ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അപ്രോച്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. മെയിൻലി 3 അപ്രോച്ചസ് ആണുള്ളത്: ഹെഡ്ജിംഗ് അപ്രോച്ച്, കൺസർവേറ്റീവ് അപ്രോച്ച്, അഗ്രസീവ് അപ്രോച്ച്. ഫസ്റ്റ് വൺ, ഹെഡ്ജിംഗ് അപ്രോച്ച്. ഹെഡ്ജിംഗ് അപ്രോച്ചിൽ പറയുന്നത് പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ, അതായത് 2 വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടല്ലോ, പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റലും ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റലും. അതിൽ പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ ലോങ് ടേം ഫണ്ടിൽ നിന്ന് ഫിനാൻസ് ചെയ്യണം. അതായത് പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റലിന് ആവശ്യമായ ഫണ്ട് നമ്മൾ ലോങ് ടേം ഫണ്ടിൽ നിന്ന് വേണം മീറ്റ് ചെയ്യാൻ. അതുപോലെ ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റലിന് ആവശ്യമായ ഫണ്ട് ഷോർട്ട് ടേം ഫണ്ടിൽ നിന്നാണ് മീറ്റ് ചെയ്യാൻ. അപ്പൊ ഈ ലോങ് ടേം ഫണ്ട് എന്താണ്, ഷോർട്ട് ടേം ഫണ്ട് എന്താണ്? ലോങ് ടേം ഫണ്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ ഹ്യൂജ് എമൗണ്ട് നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് വലിയൊരു പ്രൊജക്റ്റ് ഒക്കെ ആണെങ്കിൽ അതിന് ആവശ്യമായ ഫണ്ട് മീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ലോങ് ടേം ഫണ്ട് തന്നെ വേണം. ഈ ലോങ് ടേം ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ഷെയർ, പ്രിഫറൻസ് ഷെയർ, ഡിബഞ്ചർ, ഇങ്ങനെ ലോങ് ടേം ദീർഘകാലാവധിയുള്ള ഫണ്ടിനെയാണ് നമ്മൾ ലോങ് ടേം ഫണ്ട് എന്ന് പറയും. മിനിമം ഒരു 5 ഇയർ, അതിന് ശേഷം മാത്രമേ അതിന് റീപേയ്മെന്റ് ചെയ്യേണ്ടതായിട്ട് വരുള്ളൂ. ഷോർട്ട് ടേം ഫണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എമൗണ്ടും കുറവായിരിക്കും, അതുപോലെ തന്നെ നമ്മൾ 1 ഇയറിന്റെ ഉള്ളിലൊക്കെ ചിലപ്പോൾ അത് റീപേ ചെയ്യേണ്ടതായിട്ട് വരും. ഈ പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റലിന്റെ പ്രത്യേകത എന്താ? എപ്പോഴും നമുക്കത് ബിസിനസ്സിൽ ആവശ്യമാണ്. അതായത് മിനിമം ഒരു എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണല്ലോ പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ. അപ്പൊ അത് നമുക്ക് എപ്പോഴും ബിസിനസ് തന്നെ ആവശ്യമുള്ളതായിട്ട് വരും. അപ്പൊ പെട്ടെന്നൊരു റീപേയ്മെന്റ് നമുക്ക് റിസ്ക് ആയിരിക്കും. അതുകൊണ്ടാണ് അത് നമ്മൾ എന്തിൽ നിന്ന് ഫിനാൻസ് ചെയ്യുന്ന പറഞ്ഞാൽ ലോങ് ടേം ഫണ്ടിൽ നിന്ന് ഫിനാൻസ് ചെയ്യണം എന്ന് പറയുന്നത്. അങ്ങനെ ആവുമ്പോൾ നമുക്കൊരു 5 ഇയർ അതിന് ശേഷം മാത്രമേ അത് റീപേ ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കേണ്ടതായിട്ട് ഉള്ളൂ. മറിച്ച് ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും സീസണലായിട്ട് അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ, എന്തെങ്കിലും സ്പെഷ്യൽ നീഡൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഷോർട്ട് ടേം ഫണ്ട് യൂസ് ചെയ്താൽ മതി. കാരണം അതിന്റെ കാലാവധി അപ്പൊ നമ്മൾ 1 ഇയറിന്റെ ഉള്ളിൽ ചിലപ്പോൾ റീപേ ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ അത്രയും കാലത്തേക്ക് നമുക്ക് ആ ഫണ്ട് ആവശ്യമുണ്ടാവുള്ളൂ. അതുപോലെ അതിൽ പറഞ്ഞ വേറൊരു കാര്യം, അസറ്റിന്റെ ലൈഫും സോഴ്സ് ഓഫ് ഫിനാൻസിന്റെ മെച്യൂരിറ്റി പീരീഡും തമ്മിൽ മാച്ച് ആണ്. അതായത് അസറ്റിന്റെ ലൈഫും നമ്മൾ ഏത് സോഴ്സിൽ നിന്നാണ് ഫണ്ട് റൈസ് ചെയ്ത് അതിന്റെ മെച്യൂരിറ്റി പീരീഡും തമ്മിൽ മാച്ച് ആവാം. അസറ്റിന്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ എന്ത് അസറ്റാണോ വാങ്ങുന്നത്, ഇപ്പൊ മെഷീനറി, ഫർണിച്ചർ, ഇങ്ങനെ ഏതെങ്കിലും ഒരു ഫിക്സഡ് അസറ്റ് വാങ്ങുമ്പോൾ അതിന്റെ ലൈഫ്, അതിനൊരു കാലാവധി ഉണ്ടാകും. ആ കാലാവധിയും അതുപോലെ തന്നെ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ എവിടെ നിന്നാണോ ഫണ്ട് കണ്ടെത്തിയത് അതിന്റെ മെച്യൂരിറ്റി പീരീഡ് തമ്മിൽ മാച്ച് ആവണം. അങ്ങനെ ആവുന്നതാണ് ഏറ്റവും സുഖം. കാരണം ഇപ്പൊ നമ്മളൊരു ഫർണിച്ചർ ഒരു മെഷീനറി വാങ്ങിയെന്ന് വിചാരിക്കുക. ആ മെഷീനറിന്റെ കാലാവധി 5 വർഷമാണ്. ഓക്കെ, അപ്പൊ നമ്മളത് ഷോർട്ട് ടേം ഫണ്ട് ഉപയോഗിച്ചാണ് അതിനുള്ള ഫണ്ട് എടുത്തതെന്ന് വിചാരിക്കുക നിങ്ങൾ. അപ്പോൾ ഷോർട്ട് ടേം ഫണ്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 1 ഇയറിന്റെ ഉള്ളിലൊക്കെ നമ്മൾ റീപേ ചെയ്യണം തിരിച്ച്. അപ്പോൾ 5 വർഷം ഈ മെഷീനറിയുടെ ടേം ഉണ്ട് താൻ, പീരിയഡ് ഉണ്ട് താൻ. അപ്പൊ എന്താ സംഭവിക്കുക? അപ്പൊ ഈ 1 ഇയർ കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? തിരിച്ച് ഈ നമ്മൾ എവിടെ നിന്നാണോ ഷോർട്ട് ടേം ഫണ്ടിന് ആ ഷോർട്ട് ടേം ഫണ്ടിന്റെ കാലാവധി ആയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ തിരിച്ച് റീപേ ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ ഈ ഫിക്സഡ് അസറ്റിലുള്ള ഇൻവെസ്റ്റ്മെന്റ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കുറച്ച് കാലം കഴിഞ്ഞാൽ അതിൽ നിന്ന് റിട്ടേൺ കിട്ടാൻ തുടങ്ങുള്ളൂ. അതായത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിനുള്ള എമൗണ്ട് നമുക്ക് കിട്ടണമെങ്കിൽ, ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് തിരിച്ച് കിട്ടണമെങ്കിൽ അവിടെ കുറച്ച് കാലം എടുക്കും. കുറച്ച് പീരീഡിന് ശേഷം നമുക്ക് തിരിച്ച് കിട്ടുള്ളൂ. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഷോർട്ട് ടേം ഫണ്ടിൽ നിന്ന് റൈസ് ചെയ്യുമ്പോൾ ഒരു റീഫിനാൻസിങ് റിസ്ക് അവിടെ വരുന്നുണ്ട്. അപ്പൊ 1 ഇയർ കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ഈ ഷോർട്ട് ടേം ഫണ്ട് തിരിച്ചടയ്ക്കാനുള്ള പൈസയ്ക്ക് വേണ്ടി നമ്മൾ വേറെ ഡെപ്റ്റ് എടുക്കേണ്ടി വരും. അതായത് വേറൊരു ഫണ്ട് വീണ്ടും കണ്ടെത്തണം. ഇപ്പോൾ നേരത്തെ എടുത്ത ഫണ്ട് തിരിച്ച് റീപേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഒരു സോഴ്സ് ഓഫ് ഫിനാൻസ് കണ്ടെത്തേണ്ടതായിട്ട് വരും. ഓക്കെ, കാര്യം മനസ്സിലായി നിങ്ങൾക്ക്? അതായത് നമ്മളൊരു ഫിക്സ്ഡ് അസറ്റ് വാങ്ങി അതിന്റെ ഒരു കാലാവധി എന്ന് പറഞ്ഞാൽ എന്തായാലും 5 വർഷം മിനിമം ഉണ്ടാവും. ഓക്കെ, ആ അസറ്റ് നമ്മൾ വാങ്ങുന്ന സമയത്ത് അതിന്റെ ഫണ്ട് നമ്മൾ കണ്ടെത്തേണ്ടതും അതേ മെച്യൂരിറ്റി പീരീഡുള്ള ഒരു സോഴ്സിൽ നിന്നായിരിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത് മെയിൻലി ലോങ് ടേം സോഴ്സിൽ നിന്നായിരിക്കണം എന്ന് പറയണത്. അതുകൊണ്ട് ഇതിനെ മാച്ചിങ് അപ്രോച്ച് എന്ന് പറയും. അതുപോലെ തന്നെ സെൽഫ് ലിക്വിഡേറ്റിംഗ് അപ്രോച്ച് എന്ന് പറയും. മാച്ചിങ് അപ്രോച്ച് എന്ന് പറയാൻ കാരണം ഈ സോഴ്സ് ഓഫ് ഫിനാൻസിന്റെ കാലാവധിയും അതുപോലെ തന്നെ അസറ്റിന്റെ കാലാവധിയും തമ്മിൽ മാച്ച് ആകുന്നതുകൊണ്ടാണ് അതിനെ മാച്ചിങ് അപ്രോച്ച് എന്ന് പറയുന്നത്. രണ്ടാമത്തെ അപ്രോച്ച് കൺസർവേറ്റീവ് അപ്രോച്ച് ആണ്. കൺസർവേറ്റീവ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കൺസർവേറ്റീവ് ആയിട്ടുള്ള മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ അവർ റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടുള്ളവരാകില്ല. അവർ റിസ്കിന് എപ്പോഴും പേടിക്കുന്ന ആൾക്കാരായിരിക്കും. സേഫ് പൊസിഷനിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ് കൺസർവേറ്റീവ് മാനേജ്മെന്റ് എപ്പോഴും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കൺസർവേറ്റീവ് അപ്രോച്ചിൽ അവർ ഈ ഫോക്കസ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സേഫ്റ്റിയാണ്. അവിടെ റിസ്ക് എന്ന് പറയുന്നതിന് വലിയ പ്രിഫറൻസ് കൊടുക്കുന്നില്ല. ഓക്കെ,
അപ്പൊ ഇവർ പറയുന്നത് ഈ ഒരു അപ്രോച്ച് പ്രകാരം പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ്, അതായത് മിക്ക വർക്കിംഗ് ക്യാപിറ്റൽ, ഓൾമോസ്റ്റ് എല്ലാ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സും നമ്മൾ ലോങ് ടേം സോഴ്സിന് ഫിനാൻസ് ചെയ്യണമെന്നാണ്. നമുക്ക് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ മാത്രം നമ്മൾ ഷോർട്ട് ടൈം ഫിനാൻസ് യൂസ് ചെയ്താൽ മതി എന്നാണ് ഈ അപ്രോച്ച് പറയുന്നത്. കാരണം ലോങ് ടേം സോഴ്സിൽ നിന്ന് നമ്മൾ ഫിനാൻസ് ചെയ്യുമ്പോൾ എന്താണ് റിസ്ക് കുറവാണ്. ഓക്കെ, നമ്മൾ അത്രത്തോളം ആ ഒരു ഒരു 5 വർഷം അതിന് ശേഷം നമ്മൾ റീപേ ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളൂ. അപ്പൊ അവിടെ റിസ്ക് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് കുറവാണ്. അതുകൊണ്ടാണ് പറയുന്നത് എല്ലാ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സും കൂടുതലും നമ്മൾ ഏതിൽ നിന്ന് തന്നെ മീറ്റ് ചെയ്യുക, അതായത് ഫിക്സ്ഡ് അസറ്റ് ഫിനാൻസ് ചെയ്യലും പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഫിനാൻസ് ചെയ്യലും ഒക്കെ നമ്മൾ ഓൾമോസ്റ്റ് ഏതിൽ നിന്ന് തന്നെ മീറ്റ് ചെയ്യണം, ലോങ് ടേം ഫിനാൻസിൽ നിന്ന് തന്നെ മീറ്റ് ചെയ്യണം എന്ന് പറയുന്നത്. ഷോർട്ട് ടൈം ഫിനാൻസിൽ നമുക്ക് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ മാത്രം അതിൽ നിന്ന് മീറ്റ് ചെയ്താൽ മതി എന്നാണ് ഈ അപ്രോച്ച് പറയുന്നത്. അപ്പൊ ഇവിടെ റിസ്ക് വളരെ കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ പ്രോഫിറ്റബിലിറ്റി കുറവായിരിക്കും. അടുത്ത അപ്രോച്ച് അഗ്രസീവ് അപ്രോച്ച്. അഗ്രസീവ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ അഗ്രസീവ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടുള്ള മാനേജ്മെന്റ്. അവർക്ക് എപ്പോഴും റിസ്ക് എടുക്കാൻ റെഡി ആയിരിക്കും അവര്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന കാര്യം ഷോർട്ട് ടൈം ഫിനാൻസ് ആണ്, ലോങ് ടേം സോഴ്സ് ഓഫ് ഫിനാൻസിനെക്കാളും. അപ്പൊ കാരണം ഷോർട്ട് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ്, അവിടെ റിസ്ക് കൂടുതലാണ്. റിസ്ക് കൂടുന്ന സമയത്ത് ഇവിടെ പ്രോഫിറ്റ് ഉണ്ടാവാനുള്ള സാധ്യതയും കുറവാണ്. ഷോർട്ട് ടൈം ഫിനാൻസിൽ നിന്ന് ഫണ്ട് എടുക്കുന്നതുകൊണ്ട് കോസ്റ്റ് നമുക്ക് കുറവായിരിക്കും. ഇവിടെ പറയുന്നത് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ഒരു എമൗണ്ട് ഓഫ് കറന്റ് അസറ്റും നമ്മൾ ഫിനാൻസ് ചെയ്യുന്നത് ഷോർട്ട് ടൈം ഫിനാൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ 3 അപ്രോച്ച് ആണ് പറഞ്ഞത്. ഒന്നുകൂടെ സമ്മറൈസ് ചെയ്യാം. ഫസ്റ്റ് വൺ പറഞ്ഞത് ഹെഡ്ജിങ് അപ്രോച്ച്, അതിനെ തന്നെ മാച്ചിങ് അപ്രോച്ച് എന്ന് പറയും, സെൽഫ് ലിക്വിഡേറ്റിംഗ് അപ്രോച്ച് എന്ന് പറയും. അതിൽ പറയണത് നമ്മൾ പെർമനന്റ് ആയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ഫിനാൻസ് ചെയ്യേണ്ടത് ലോങ് ടേം ഫണ്ട് എന്നാണ്. അതുപോലെ ടെമ്പററി ആയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ഫിനാൻസ് ചെയ്യേണ്ടത് ഷോർട്ട് ടേം ഫണ്ട് എന്നാണ്. അതുപോലെ തന്നെ ലൈഫ് ഓഫ് ദി അസറ്റും സോഴ്സ് ഓഫ് ഫിനാൻസിന്റെ പീരീഡ് തമ്മിൽ മാച്ച് ആവണം. അത് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അതുപോലെ തന്നെ കൺസർവേറ്റീവ് അപ്രോച്ച് പറയുന്നത് സേഫ്റ്റി ആണ്, അതായത് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം ഏതിൽ നിന്ന് ഫിനാൻസ് ചെയ്യുക, ലോങ് ടേം സോഴ്സിന് ഫിനാൻസ് ചെയ്യുക, എമർജൻസി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മാത്രം ഷോർട്ട് ടേം സോഴ്സിന് ഫിനാൻസ് ചെയ്താൽ മതി. അഗ്രസീവില് പറയുന്നത് നമ്മൾ എല്ലാ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് ഓൾമോസ്റ്റ് നടത്തുന്നത് ഏതിൽ നിന്നാണ്, ഷോർട്ട് ടൈം സോഴ്സിൽ നിന്നാണ്. ലോങ് ടൈം സോഴ്സിനെക്കാളും പ്രിഫർ ചെയ്യേണ്ടത് അതാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ പ്രോഫിറ്റബിൾ ആയിരിക്കും, റിസ്ക് കൂടുതലായിരിക്കും.